പൊന്മുടിയിലെ ഏറ്റവും വലിയ ടോപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കയറി ഇപ്പം ഒരുപാട് ദൂരം നമ്മളിപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. KSRTC ബസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിൽ നിർത്തി തരും ബസ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ 2 വീലർ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുകളിൽ നമുക്ക് നിൽക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരമൊക്കെ നടന്ന് ഇവിടെ ഫുള്ളും നമ്മളിന്ന് കറങ്ങി കാണാനൊക്കെ നമുക്ക് ഇടയുണ്ട്. അപ്പോൾ ഫാമിലിക്ക് വന്നാലും മറ്റുള്ളവർക്ക് വന്നാലും, അപ്പോൾ ഒരു കപ്പിൾസിന് വന്നാൽ പോലും ഇവിടെ ഫുള്ള് കറങ്ങി കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പൊന്മുടിയിൽ ഞാനിപ്പോൾ ഏറ്റവും വലിയ ടോപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല ഭയമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കോട ഇറങ്ങാനുള്ള ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈവനിങ് ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുന്നതിന് ഞാനൊരു പാറയുടെ മുകളിലേക്ക് കയറിയിരിക്കുന്നത് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പാറയുടെ മുകളിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ പാറയുടെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ടോപ്പിൻ്റെ ഇപ്പോൾ എന്താണെന്ന് ഞാനിപ്പം ഇപ്പോൾ കുറച്ച് ടൈം എടുത്തു. ഞാൻ താഴ്ന്ന് കയറി വരികയായിരുന്നു. അപ്പം ഇവിടെ മുകളിലോട്ട് വന്നപ്പോൾ താഴേക്ക് തന്നെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കുറേ പരിചയപ്പെടാനൊക്കെ ഇടയായി. അപ്പം ഇവിടേക്ക് മുകളിലോട്ടൊക്കെ കയറി വന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങിൽ ആരും കയറാതിരിക്കുക, ഇവിടെ അപകട മേഖലയുള്ള സാധ്യതയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഇവിടെ വന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിയാൻ നേരത്തെ ഇവിടെ കോട ഇറങ്ങുകയാണ്. കോട എന്ന് ഉദ്ദേശിച്ചത് മഞ്ഞാണ്. അപ്പോൾ ഈ മല മൊത്തം മഞ്ഞ് കൊണ്ട് മൂടാൻ പോവുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്തുള്ള ഭൂരിപക്ഷത്തെ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. പക്ഷേ മറ്റുള്ള ജില്ലക്കാർ ചിലവർ കണ്ടിട്ടുണ്ടാകത്തില്ല. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഈ പൊന്മുടി എങ്ങോട്ടാണ്, എവിടെയാണ്, എന്താണ് അവിടുത്തെ അനുഭവം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആ കോട മഞ്ഞും കൂടെ കാട്ടിത്തരാം. ഗൈസ്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മളിപ്പം ലാസ്റ്റായിട്ട് ആ മഞ്ഞ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇതിപ്പോൾ മലയുടെ മുകളിൽ ഇപ്പം മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇവിടെ മൊത്തം മഞ്ഞ കൊണ്ട് നിറയാനായിട്ട് പോവുകയാണ്. അപ്പം ഇനിയിപ്പം ഏകദേശം ആകുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ മഞ്ഞ് കൊണ്ട് മൂടുമെന്നാണ് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഈ പൊന്മുടിയിൽ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു വൈബ് എന്ന് പറയുമ്പം ഇതാണ്, മഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഓവർ കാറ്റാണ് നമുക്ക് വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയെങ്കിലും ഒരു ബാലൻസ് ചെയ്താണ് ഞാനൊരു പാറയുടെ മുകളിലാണ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഈ മഞ്ഞ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ മഞ്ഞായി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മൂടും. അപ്പോൾ നമുക്കൊന്നും തന്നെ കാണാൻ കഴിയില്ല. ഇനിയിപ്പം അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം.